وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹാണ് എന്ന് പറഞ്ഞ ഹദീസിൽ അദ്ദേഹം ഒരിക്കൽ പറയാണ്, ഐമുല്ലാ, അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്, ലഖദ് സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ. ഈ പറയുന്ന വചനങ്ങൾ 3 പ്രാവശ്യം അവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം, യഥാർത്ഥ വിജയി എന്ന് പറയുന്നത് ഫിത്നകളിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ട ഒരാളാണ് എന്നുള്ളത്. ദീനിലും ദുനിയാവിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും സമ്പത്തിലും ശരീരത്തിലുമൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ പിന്നിലൊക്കെ അവന് കൃത്യമായ ലക്ഷ്യവും അതിൻ്റെ പിന്നിൽ വ്യക്തമായ താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായ ആളുകളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ഭയം കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, വിഭവങ്ങളുടെ കുറവ് കൊണ്ട്, ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ കൊണ്ട്, പല ജാതി പരീക്ഷണങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് അവൻ്റെ അടിമകളെ വിധേയമാക്കിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിന് അതിൻ്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടാകുകയും ചെയ്യും. ചിലത് നമുക്ക് അറിയും, മറ്റ് പലതും നമുക്ക് അറിയാതെ വരികയും ചെയ്യും. ഈ ഹദീസിൽ കൂടെ പ്രവാചകൻ പറയുന്നത്, പരീക്ഷണങ്ങൾ വരാതെ ഒരാൾക്ക് ഈ ലോകത്ത് മുന്നേറാൻ കഴിഞ്ഞാൽ, ഇനി വല്ല പരീക്ഷണങ്ങൾ വന്നാൽ അത് അവനെ അപകടപ്പെടുത്താതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അവനാണ് യഥാർത്ഥ വിജയി എന്നുള്ളതാണ്. വലമനിബ്തുലിയ ഫസബറ ഫവാഹൻ, ഒരാളെ ഇനി ആ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ടു, അങ്ങനെ അതിൽ ക്ഷമിച്ചുകൊണ്ട് അവൻ്റെ ആദർശവും അവൻ്റെ ദീനും അവൻ്റെ ദുന്യാവും അത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവന് വല്ലാത്ത സന്തോഷമാണ്, അവനെ സംബന്ധിച്ച് വല്ലാത്ത സംതൃപ്തിയാണ്, അഭിമാനമാണ് എന്നാണ് ഈ ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞത്. അള്ളാഹു അവൻ്റെ അടിമകളായ നമ്മെ പരീക്ഷിക്കുന്നതിൻ്റെ പിന്നിലുള്ള പല ഹിക്മത്തുകളുമുണ്ട്. അതിൽപ്പെട്ട ചിലത്, ഈ അടിമ അവൻ്റെ ഈമാനിൽ അടിയുറച്ച് നിൽക്കുന്നവനാണോ, അള്ളാഹുവിന് വിധേയപ്പെട്ട അവൻ്റെ അടിമത്വം, ആ ബാധ്യത അവൻ കൃത്യമായി പാലിക്കുന്നവനാണോ എന്ന് തെളിയിക്കലാണ്. അള്ളാഹുവിനെ അറിയും നാം ഓരോരുത്തരെക്കുറിച്ചും, നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ അവസ്ഥ മുഴുവനും അള്ളാഹുവിനെ അറിയുന്നവനാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഈ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി അടിമകളാകുന്ന നമ്മൾ അവൻ്റെ അടിമകളാണ്. ആ അടിമത്വം, ആ ബാധ്യത, ആ കടമ അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പരീക്ഷണങ്ങൾ ഇടും എന്നുള്ളത്. വമിനന്നാസി മയ്യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ, ചില ആളുകൾ ഒരു വക്കത്ത് ചെന്ന് നിന്നുകൊണ്ട്, ശരിക്കും ഇസ്ലാമിലേക്ക് പ്രവേശിക്കാതെ ഒരു തലപ്പത്ത് ചെന്ന് നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ടാകും. ഫഇൻ അസാബഹു ഖൈറുൻ തുമഅന്ന ബിഹി, അവന് ഇഷ്ടപ്പെട്ട താല്പര്യമുള്ള കാര്യങ്ങൾ, നിഅമത്തുകളും അനുഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ അടിയുറച്ചതിൽ നിൽക്കും ആദർശത്തിൽ. വഇൻ അസാബത്ഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹി, വല്ല പരീക്ഷണങ്ങളും നേരിട്ട് അവനിഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ നേരെ പിന്നോട്ടടിച്ചു പോകുന്ന, ആദർശം ഒഴിവാക്കി, ദീനൊഴിവാക്കി, അവൻ്റെ വിശ്വാസം അവൻ്റെ ഈമാനും അതൊഴിവാക്കി പോകുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അള്ളാഹുവിന് യഥാർത്ഥ മുഅ്മിൻ ആരാണ്, നിഷ്കളങ്കൻ ആരാണ്, കള്ളനാണയങ്ങൾ ആരാണ്, വഞ്ചകരാരാണ്, നാമധാരികളും കാപട്യമുള്ള ആളുകൾ ആരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അള്ളാഹു പരീക്ഷണങ്ങളിടും. ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, അള്ളാഹുവിനോട് ഫിത്നകളിൽ നിങ്ങൾ കാവലിനെ തേടുവീന, തഅവ്വദു ബില്ലാഹി മിനൽ ഫിതൻ, ഫിത്നകളിൽ അകപ്പെടാതെ, അതിൽ അകപ്പെട്ട് പരാജയപ്പെടാതെ, തകരാതെ പോകാൻ നിരന്തരം നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നുള്ളത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഫിതൻ മാ ളഹറ മിൻഹാ വമാ ബത്തൻ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഫിതൻ മാ ളഹറ മിൻഹാ വമാ ബത്തൻ. അള്ളാഹുവിനോട് ആ ദുആ നാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ദീനിലും ദുനിയാവിലും സമ്പത്തിലും കുടുംബത്തിലും സമൂഹത്തിലും മറ്റും ഈ പറയുന്ന ഫിത്നകൾ അകപ്പെട്ട് അതിൽ പരാജയപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്.
സത്യവിശ്വാസികളായ ആളുകൾ ആരാണ്, കാപട്യമുള്ള ആളുകൾ ആരാണ് എന്ന് വേർതിരിയും. ഇപ്പോൾ തന്നെ ലോകത്ത് നടക്കുന്ന ഈ പരീക്ഷണങ്ങൾ, സയനിസ്റ്റുകളായ ആളുകൾ, അതേപോലെ തന്നെ അൻസാറാക്കളായ അമേരിക്കക്കാരായ ശത്രുക്കൾ, റാഫിദുകളുമായിട്ടുള്ള ഈ യുദ്ധങ്ങളും കാര്യങ്ങളിലും അത് ലോകത്തുള്ള ആളുകൾ, മുസ്ലിമീങ്ങൾ ഞങ്ങളെല്ലാവരും യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്, അഹ്ലുസുന്നയുടെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ ഈ പറയുന്നത് പോലത്തെ ഫിത്നകൾ വരുന്ന സമയത്ത് കൃത്യമായി ആരാണ് യഥാർത്ഥ അഹ്ലുസുന്ന, ആരാണ് ഖുർആനും സുന്നത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മൻഹജിലുള്ളവർ ആരാണ്, അതിന് വിരുദ്ധമായി പോകുന്ന കള്ളനാണയങ്ങൾ ആരാണ് എന്ന് സാധാരണക്കാരായ ആളുകൾക്ക് പോലും മനസ്സിലാകുന്ന നിലക്കുള്ള പ്രസ്താവനകളും റിപ്പോർട്ടുകളും നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിൽ പോലും യഥാർത്ഥ അഹ്ലുസുന്നയുടെ ആളുകൾ ആരാണ് എന്നുള്ളത് ഈ ഒരൊറ്റ ഫിത്നയോടുകൂടെ വളരെ വ്യക്തമായി അവരുടെ വാർത്തകളും അവരുടെ പ്രസ്താവനകളും അവരുടെ നിലപാടുകളിൽ കൂടെ നമുക്ക് മനസ്സിലാകാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, പരസ്യമായ ശത്രുക്കളായ ജൂത നസാറാക്കളിലേറെ മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും അപകടകാരികളായ ആളുകൾ ഈ റാഫിദികൾ, ഷിയാക്കളെ പോലത്തെ ബിദ്അത്തിന്റെ ആളുകളാണ് എന്നുള്ളത്. പരസ്യമായ കുഫാറുകളെക്കുറിച്ച് ഏതൊരു മുസ്ലിമിനും ഒരു ജാഗ്രതയുണ്ടാകും, ഒരു ശ്രദ്ധയുണ്ടാകും, ഒരു കരുതലുണ്ടാകും. നേരെ മറിച്ച് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിക രാജ്യത്തിന്റെ ആളുകൾ ഞങ്ങളാണ്, മുസ്ലിമീങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണ്, ഫലസ്തീനിന്റെ കാവൽക്കാര് ഞങ്ങളാണ്, അമേരിക്കക്കും ഇസ്രായേലും ജൂതന്മാർക്കും നാശവും മരണവും ഉണ്ടാവട്ടെ എന്ന് നിരന്തരം പറഞ്ഞു നടക്കുന്ന ആളുകളെ സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിക്കും. യഥാർത്ഥത്തിൽ അവർ കള്ളനാണയങ്ങളാണ്, അവർ അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളാണ്. മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും ഏറ്റവും അപകടകാരികളായ ബിദ്അത്തിന്റെ കക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അപകടകാരികൾ ഈ റാഫിദുകളും ഷിയാക്കളുമാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാമും അതുപോലത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും പറഞ്ഞ പല അവരുടെ ഫത്വകളും അവരുടെ എഴുത്തുകളും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇന്ന് സാധാരണക്കാരായ പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് അവരാണ് ഫലസ്തീന്റെ സംരക്ഷകർ, അവരാണ് മുസ്ലിമീങ്ങളുടെ കാവൽഭടന്മാരായി കാത്തു നിൽക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. ഒരിക്കലും അതങ്ങനെ. നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി, അതേപോലെ തന്നെ ഈ സമസ്ത, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായി മതപരമായി തലപ്പത്ത് നിൽക്കുന്ന ആളുകൾ ഈ റാഫിദുകളുടെ നേതാവിനെയൊക്കെ വധിക്കപ്പെട്ട സമയത്ത് രക്തസാക്ഷിയാണ്, പരിശുദ്ധമായ റമദാനിലാണ് മുസ്ലിമീങ്ങൾക്കുള്ള കാവൽഭടന്മാരെ സയനിസ്റ്റുകളും ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്ന് ആക്രമിക്കുകയാണ് എന്ന് പറയുന്ന പല പ്രസ്താവനകളും നിങ്ങളെല്ലാവരും എന്നെപ്പോലെ കേട്ടിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ പറയുന്ന റാഫിദുകൾ ഇന്ന് ചെയ്യുന്ന ഒരൊറ്റ കാര്യമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം അവർ സത്യത്തിന്റെ ഭാഗത്തല്ല എന്ന്. അവരെ ശത്രുക്കൾ വന്ന് ആക്രമിക്കുന്ന സമയത്ത് അവരുടെ അയൽവാസികളായ, അവർക്ക് സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞ, അവരെ ആക്രമിക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കുകയില്ല, സഹായിക്കുകയില്ല എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളെ അവരെ ഈ മഹത്തായ മാസത്തിൽ അവരുടെ ദീനിലും ദുന്യാവിലും അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അപകടപ്പെടുത്തിക്കൊണ്ട് സദാസമയത്ത് ആക്രമിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഇതേപോലെ ഫിത്നകൾ വരുന്ന സമയത്ത് സത്യം അന്വേഷിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥ ദീനും അതിൻ്റെ വക്താക്കളും ആരാണ് എന്ന് മനസ്സിലാക്കാൻ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഫിത്നകളിൽ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും, അറിയിച്ചു കൊടുക്കും എന്നുള്ളതാണ്. റാഫിദികളെക്കുറിച്ച് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എഴുതി വെച്ച പല ഉദ്ധരണികളും നമുക്കറിയാം. ജൂതന്മാരോട് ചോദിക്കാണ്, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹവാരികളാണ്, അദ്ദേഹത്തിന്റെ അനുചരന്മാരാണ് എന്നവർ പറയും. ഈസാ അലൈഹിസ്സലാത്തു നസാറാക്കളോട് ചോദിക്കാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ പ്രവാചകനായ ഈസയുടെ അനുയായികളായ സഹാബത്ത് അനുചരന്മാരാണ് ഏറ്റവും ഉത്തമര് എന്ന് പറയും. ഈ റാഫിദുകളോട് ചോദിക്കാണ്, നിങ്ങളിൽ ഏറ്റവും നികൃഷ്ടരായ ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ ഒറ്റ വാക്കിൽ ഉത്തരം പറയും, അബൂബക്കറും ഉമറും അതേപോലെ തന്നെ ഉസ്മാനും അവരുമായി ബന്ധമുള്ളവരുടെ മക്കളും ആയിഷയും ഹഫ്സയും അവരെ പോലത്തെ പ്രവാചകന്റെ അനുചരന്മാരാണ് എന്നാണ് അവർ പറയും. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച മജൂസിയായ തീയാരാധകനായിരുന്ന അബൂലുഅല എന്ന് പറയുന്ന ആ മനുഷ്യന്റെ പേരിൽ ഈ ഇറാനിൽ അവർ ഒരു സ്മാരകം പടുത്തുയർത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ പേര് ബാബ ഷുജാഉദ്ദീൻ എന്ന് പറയുന്ന സ്മാരകമാണ്. ഒരു മക്ബറ, ഒരു ജാറും ഒരു ദർഗയുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അവരതിന്റെ ചുമരിൽ എഴുതി വച്ചിരിക്കുന്നത് അബൂബക്കറും ഉമറും അവരുടെ 2 പെമ്മക്കൾക്കും നാശമുണ്ടാവട്ടെ, അവരുടെ 2 പെമ്മക്കൾക്കും നാശമുണ്ടാവട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ 2 വസീറുമാരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ ലോകം കണ്ട പ്രവാചകന്മാർ കഴിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠരായ ഉത്തമരായ ഈ സഹാബികളെക്കുറിച്ച് അവർ കുഫറിന്റെയും ശാപത്തിന്റെയും വചനങ്ങൾ സദാസമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ.
അതോടുകൂടെ അവരുടെ തലവന്മാരെയും അവരെക്കുറിച്ചും നമ്മുടെ നാട്ടിലുള്ള ഈ ആളുകൾ ജനങ്ങളുടെ മുന്നിൽ പറയുന്നത് രക്തസാക്ഷികളാണ്, ഇസ്ലാമിൻ്റെ കാവൽ ഭടന്മാരാണ്. അപ്പം ഈ പറയുന്ന ഫിത്നകൾ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് കൊണ്ടുവരുമ്പോൾ ഒരു ഭാഗത്തിൽ കൂടെ നമ്മെ ഉത്കണ്ഠപ്പെടുത്തുന്നതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ കൂടെ സത്യം അന്വേഷിക്കുന്ന ആളുകൾക്കത് മനസ്സിലാക്കാനും യഥാർത്ഥ സത്യത്തിൻ്റെ വക്താക്കൾ ആരാണ് എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാനും അതിൻ്റെ പിന്നിലുള്ള ആ ഹിക്മത്ത്, ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളുമുണ്ടെങ്കിലും അതിമഹത്തായ ഈ ഹിക്മത്ത് നാം അതിൽ നിന്ന് മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, ഫിത്നകൾ വരുന്ന സമയത്ത് മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് അഭയം തേടുകയാണ് വേണ്ടത്. അള്ളാഹുവിൽ തവക്കുലാക്കുകയും അള്ളാഹുവിനോട് രക്ഷക്കും സുരക്ഷയ്ക്കും വേണ്ടി നിരന്തരം കാവലിനെ തേടുക. അതേപോലെ മുസ്ലിമീങ്ങളായ ആളുകൾ അവരുടെ വിലപ്പെട്ട സമയങ്ങൾ പരിശുദ്ധമായ ഖുർആനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തും പ്രവാചകന്മാർ പഠിച്ച് മനസ്സിലാക്കിയതുപോലെ അത് പഠിച്ച് ഈ പറയുന്ന ഫിത്നകൾ വരുന്ന സമയത്ത് അതിശക്തമായ ആയുധവുമായി കാഴ്ചപ്പാടുമായി വ്യക്തമായ നിലപാടോടുകൂടെ മുന്നോട്ട് പോകാൻ അതിന് പര്യാപ്തമാവുക എന്നുള്ളതാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിലുള്ള കൂഫയിൽ വെച്ചുണ്ടാകുന്ന സംഘടനകളും പ്രയാസങ്ങളും ഉണ്ടായി. അവർ ഭരണപരമായിട്ടുള്ള ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ അന്ന് മഹാനായ അബൂബക്കർ എന്ന് പറയുന്ന സഹാബി ആ പറയുന്ന വിഷയങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിന്നു. അദ്ദേഹത്തിനോടന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഞാനൊരു ഹദീസ് കേട്ടിരുന്നു, ആ ഹദീസ് എനിക്ക് ആ പറയുന്ന മുസ്ലിമീങ്ങൾ തമ്മിൽ നടക്കുന്ന ആ ഫിത്നയിൽ അകപ്പെടാതെ മാറി നിൽക്കാൻ അത് എനിക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളത്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ അവരുടെ നേതൃത്വം അവരുടെ കാര്യം കൈകാര്യം ചെയ്യാൻ ഒരു പെണ്ണിനെ ഏൽപ്പിച്ചാൽ അവർക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിരുന്നു. അവർക്ക് വിജയിക്കാൻ കഴിയുകയില്ല. അന്ന് അലി റളിയല്ലാഹുവിനും മുആവിയയും തമ്മിൽ നടക്കുന്ന ആ ഫിത്നയിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹുവിന് അപ്രതീക്ഷിതമായി ചെന്നുപെട്ടിരുന്നു. ഒരുപാട് ആളുകൾ അവരുടെ പിന്നിൽ അണിനിരക്കുകയും ചെയ്തിരുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ പേരിൽ പ്രതീക്ഷിക്കാതെ അങ്ങനെ ചെന്നുപെട്ടതായിരുന്നു. ഈ പറയുന്ന സഹാബി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഈ ഹദീസ്, ഒരു പെണ്ണിനെ ഒരാൾ നേതൃത്വം ഏൽപ്പിച്ചാൽ അവർക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നുള്ള ആ ഒരൊറ്റ ഹദീസ് പഠിച്ചത് കാരണം മുസ്ലിമീങ്ങൾ തമ്മിൽ നടക്കുന്ന ആ സംഘട്ടനത്തിൽ ആ ഫിത്നയിൽ അകപ്പെടാതെ മാറി നിൽക്കാൻ ഈ മഹത്തായ ഒരൊറ്റ ഹദീസിൻ്റെ അറിവ് വിജ്ഞാനം അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. ശർഈയായ ഇൽമ് പഠിക്കാൻ കൃത്യമായി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എന്താണ് ലോകത്ത് നടക്കുന്ന ഓരോ ഫിത്നകളിലും എടുക്കുന്ന നിലപാടുകൾ, എന്താണ് അവർ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ, അത് അന്വേഷിക്കാൻ ആളുകൾ തയ്യാറാവണം എന്നുള്ളതാണ്. നേരെ മറിച്ച് വ്യക്തതയില്ലാതെ കൃത്യതയില്ലാതെ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്ന വിഡ്ഢികളായ ആളുകളോ അതല്ലെങ്കിൽ വ്യക്തി താൽപര്യങ്ങളോ ഭൗതികമായ മറ്റുള്ള ലക്ഷ്യങ്ങളോ വെച്ച് നടക്കുന്ന ആളുകളുടെ പിന്നിൽ പോയാൽ, അവർ പറയുന്നത് കേൾക്കാൻ പോയാൽ ഫിത്നയിൽ അകപ്പെട്ടു പോകും. ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ, യഥാർത്ഥ വിജയി എന്ന് പറയുന്നത് ഫിത്നയിൽ അകപ്പെടാതെ തൻ്റെ ദീനും ദുന്യാവും തൻ്റെ കുടുംബവും തൻ്റെ സമൂഹവും തൻ്റെ രാജ്യവും തൻ്റെ വീടും അത് അപകടപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫിത്നകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാ അവർ പ്രയാസപ്പെടുന്ന, ഇന്ന് നമുക്കറിയാം ഗൾഫ് നാടുകളിലുള്ള പ്രവാസികളായ ആളുകളും ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകളും മഹത്തായ ഈ ഇബാദത്തുകൾ നിർവഹിച്ച് സമാധാനത്തോടെ പോകാൻ പറ്റാത്ത നിലക്കുള്ള പരിതാപകരമായ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഭൗതികമായ വിഭവങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും സുരക്ഷയും നിർഭയത്വവും നമുക്കുണ്ട് എന്ന് വിചാരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഇതുപോലെ പിടികൂടാൻ പ്രാപ്തനാണ്, ശക്തനാണ് എന്നുള്ള ആ ഗൗരവത്തോടുകൂടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക, ഇബാദത്ത് വർദ്ധിപ്പിക്കുക, നിസ്കാരവും അതേപോലെ തന്നെ ഖുർആൻ പാരായണവും അള്ളാഹു അവൻ്റെ അടിമകളായ നമ്മോട് കൽപ്പിച്ച സൽക്കർമ്മങ്ങളിൽ മുന്നേറുക. ആളുകൾ പരസ്പരവും കൊലയും അക്രമവും നടത്തുന്ന സമയത്ത് ഇബാദത്തിൽ നിർവഹിക്കുന്ന ആളുകൾ എന്നിലേക്ക് ഹിജ്റ വരുന്നവനെ പോലെയാണ് എന്ന് പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി. അതേപോലെ ക്ഷമിക്കാൻ തയ്യാറാകുക, എടുത്തുചാട്ടത്തിനോ അതല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളിൽ ഒരു വിശകലനം ചെയ്ത് തീരുമാനമെടുക്കാൻ പോകാതെ കാര്യങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ വിലയിരുത്താനും മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറാകും. നമുക്ക് നന്നാക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ ഇസ്ലാഹുമായി രംഗത്ത് വരാവുന്നതാണ്. അതിന് കഴിയൂല എന്നുണ്ടെങ്കിൽ തൻ്റെ ദീനിൻ്റെയും ശരീരത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടി മാറി നിൽക്കുക എന്നുള്ളതാണ് ഫിത്നയിൽ നിന്ന്
മാറി നിൽക്കുക, അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനും അപകടകരമായ രംഗങ്ങളിൽ അതിൽ പെടാതെ സുരക്ഷിതനായി ഒരാൾക്ക് മുന്നോട്ട് പോകാനും പര്യാപ്തമായ കാര്യങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും അഹ്ലുസുന്നയുടെയും ആളുകൾക്ക് രക്ഷയും സുരക്ഷയും നൽകുമാറാവട്ടെ. ഹാദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.